ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 125 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 19 മുതൽ 22 വരെ, റോമർ 8-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ശരി ഉത്തരങ്ങൾ എന്ന് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സഞ്ചാരം അല്ലെങ്കിൽ യാത്ര എന്നർത്ഥം വരുന്ന ഒരു പദം ഏത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം അയനം. സങ്കീർത്തനങ്ങൾ 19-ന്റെ 6-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞൊരു മൊഴി പാഠഭാഗത്തുണ്ട്, ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. സങ്കീർത്തനങ്ങൾ 22-ന്റെ 1-ലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിശപ്പോടുകൂടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന മൃഗം ഏത്? വിശപ്പോടുകൂടെ എന്ന പദത്തിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വാക്ക് എന്ത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം സിംഹം. ബുഭുക്ഷയോടെ എന്നാണ് കേട്ടോ അതിന്റെ പദത്തിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വാക്ക്, ബുഭുക്ഷയോടെ. സങ്കീർത്തനം 22-ന്റെ 13-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, പാഠഭാഗത്തിലെ ഒരു അധ്യായത്തിന്റെ തുടർച്ചയായുള്ള 6 വാക്യങ്ങളുടെ തുടക്കം 2 അക്ഷരമുള്ള ഒരു വാക്കോടുകൂടിയാണ്. പദമേത്? 6 റെഫറൻസുകളും എഴുതുക എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം വാക്ക് ജഡ എന്നുള്ളതാണ്. റോമർ 8-ന്റെ 3, 4, 5, 6, 7, 8 വാക്യങ്ങളിലാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മൃഗത്തിന്റെ പേരിലുള്ള സംഗീതം ഏത്? ഇതായിരുന്നു ഫൈനൽ ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം മാൻപേട രാഗം എന്നുള്ളതാണ്. സങ്കീർത്തനം 22-ന്റെ തലക്കെട്ടിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ബൈബിൾ പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 23 മുതൽ 26 വരെ, റോമർ 9-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.